ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ കോളേജിൽ ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഡിസംബർ 25, അതായത് ക്രിസ്മസിന് ഇടും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ് ലാസ്റ്റ് ഇട്ടത് നമ്മുടെ ഫ്രഷേഴ്സ് ഡേയുടെ വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ അതിടുന്നത്. അതും കോളേജിലെ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവന് കോളേജിലെ വീഡിയോ അല്ലാതെ ഒന്നുമില്ലേ? ഫ്രണ്ട്സ്, ടൈം കിട്ടുന്നില്ല, പിന്നെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ടൈം ചിലവഴിക്കാം, അങ്ങനെ ഞാൻ വിചാരിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ വല്ലപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ വായി തോന്നിയൊക്കെയാണ് വിളിച്ചു പറയുന്നത്, അതുകൊണ്ട് അത് മൈൻഡ് ആക്കണ്ട ഫ്രണ്ട്സ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്മസ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ബുക്ക് ചെയ്തിട്ടുള്ള കാറുകളെല്ലാം ഇവിടെ വന്ന് എത്തും. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ കോളേജിൽ പോകും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ കാറുകൾ കിടപ്പുണ്ട്. ഇതിൻ്റെ ബാക്കിലുണ്ട്. അവിടെയാണ് തമ്പോലങ്കാരും പിന്നെ നമ്മുടെ എന്തോ ഒരു 2 പാവകളാണെന്ന് തോന്നുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയാന്ന് എനിക്കറിയാമേ. അപ്പോൾ ഇതാണ് അവിടെ നിന്നോട്ട് വരുന്നതാണ് നമ്മൾ കോളേജിലോട്ട് അതിൻ്റെ കൂടെ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. പരിപാടികളൊക്കെ ക്ലിയറായിട്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ട്. പറയണം അതിൻ്റെ അഭിപ്രായം. ഇടില്ലാണ് പരിപാടി. അപ്പോൾ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട് കോളേജിലോട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ 2 പാവകളെ കണ്ടത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയാന്ന് അറിയാൻ വയ്യ, പക്ഷെ എന്നാലും നല്ല കിടില സാധനം. അങ്ങനെ നമ്മൾ അവിടുത്തെ തെള്ളും തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മളതിൻ്റെ ഫ്രണ്ടിലൊരു കട. ഇവിടെ നോക്കിയാൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണും. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം പോകത്തുള്ളൂ. അവിടെ ഇവിടെ നിൽക്കണം. ഇപ്പോൾ ഫസ്റ്റുകാരോടെ ഒന്ന് കിടപ്പുണ്ട്. ഇനി ബാക്കിയെല്ലാം പുറം വരും. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നിൽക്കണം. ഫ്രണ്ട്സ്, വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് ഇതാണ് സീൻ. എൻ്റെ മോനെ കിട്ടില്ലം പരിപാടി, ഇതുവരെ കിട്ടില്ലം പരിപാടി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോളേജിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ ഇനി കോളേജിൻ്റെ ഫ്രണ്ടിൽ കയറി ഇപ്പോൾ കുറച്ച് പേര് അതിനകത്ത് നിൽക്കും. അപ്പോൾ അതിനകത്തുള്ള പരിപാടി നമുക്ക് കയറി കാണാം. എൻ്റെ മോനെ ഇത് നോക്കുക, ഉത്സവത്തിന് കയറണൊക്കെ ഒരു ഫീല്. അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് കയറി, പക്ഷേ ഇതിനകത്തൊരു ഉത്സവ വൈബാണ് കൈ. അപ്പോൾ ഈ പരിപാടിക്കാരെല്ലാം CS ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലോട്ടാണ് പോയെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയ പരിപാടികളെല്ലാം കാണാം. എനിക്ക് ആ 2 പാവക്കുട്ടന്മാരെ ഇല്ലേ, ആ 2 പാവകൾ ആദ്യം കണ്ട് എനിക്ക് അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നമ്മുടെ പാവക്കുട്ടന്മാരെ ഒറ്റയ്ക്ക് കിട്ടി. ഇതിനകത്ത് ഇനി ഇവരെങ്ങനെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഫ്രണ്ട്സ്, ഇവരുടെ കഷ്ടപ്പാട് സമ്മതിച്ചേ പറ്റൂ. ഇവരെങ്ങനെ ഇതിനകത്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഹായ് ടാറ്റ. എനിക്കിഷ്ടപ്പെട്ട ഈ സാധനമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ടാറ്റ ചോദിച്ചോക്കെ തരുമോ?
ഫ്രണ്ട്സ് നല്ല കിടിലൻ സാധനം ഫ്രണ്ട്സ്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഇത് അങ്ങനെ വലുത് ഫ്രണ്ട്സ്, അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. അത് ഞാൻ ഇതുവരെ ഒരു ഉത്സവപ്പറമ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ക്രിസ്മസ് പരിപാടിക്ക് ഓണപ്പരിപാടിക്ക് ഞാൻ ഇതങ്ങനെ അതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. നല്ല കിടിലൻ ക്യൂട്ടായിട്ടുണ്ട് സാധനങ്ങൾ. അവരെ കഷ്ടപ്പാടെന്തായാലും സമ്മതിച്ചേ പറ്റും. അളി ആ ഷോയുടെ പേരെന്തുവാ? അതെന്ത് സാധനം എന്തുവാ? പരിപാടി. ആ ഇവൻ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ്. നമ്മളിവനെ സ്നേഹത്തോടെ അനുസിക്കാന്ന് വിളിക്കും. നമ്മുടെ ഒരു ചങ്കാണ് ചങ്ക്. ഫ്രണ്ട്സ്, ടൈമൊക്കെ ഓൾമോസ്റ്റ് 12 മണിയാവാറായി. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ വന്ന തമ്പോലങ്കാരെല്ലാം കലാശക്കൊട്ട, അവരെല്ലാം കലാശക്കൊട്ടാണ് ഇനി. അപ്പോൾ അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ക്യാമറ തിരിച്ച് കാണിക്കാം. അവരെല്ലാം ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി കലാശക്കൊട്ടിന് വേണ്ടി തമ്പോലൊക്കെ ചൂടാക്കിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. നല്ല വെയിലായതുകൊണ്ട് നമ്മള് വല്ല തണലത്തും പോയി നിൽക്കാൻ, അല്ലെങ്കിൽ ടാൻ അടിക്കും ഗൈസ്. ടാൻ അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സൺഗ്ലാസും വെച്ചേക്കുന്നത്. അതൊന്നുമല്ല. പിന്നെ ഞാൻ ഈ വല്ലപ്പോഴും വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ നോക്കി എന്താ പറയണ്ടേന്ന് എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഞാനങ്ങ് ഇതാണ് തന്നെ ഞാൻ ഇങ്ങനെ ഇനി അടുത്ത് അങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി കുറച്ച് അടുപ്പിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ മാറുമായിരിക്കും. മാറട്ടെ. ബൈ. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ തണലത്ത് കയറി ഇവിടെ കയറിയിരിക്കുക. കാര്യം ഭയങ്കര വെയിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അറിയാൻ വയ്യ. തപ്പി പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറി. ഫ്രണ്ട്സ്, കീട്ടിയിലും പരിപാടിയായിരുന്നു. ഇപ്പോഴും ചെവിയില മുഴക്ക് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതുവരെ ചെവി നേരെയായിട്ടില്ല. ഒരു മഴ പെയ്ത് തോന്നുന്ന സുഖമാണ് ഇപ്പോൾ. കാരണം അവിടെ അത്രയും തമ്പലക്കാരെ കൊട്ടിക്കൊട്ടിൻ്റെ ചെവി അടിച്ച് കാറിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ചെവി മൂളല് മാത്രമേ ഉള്ളായിരുന്നു ചെവിക്കകത്ത്. അപ്പോൾ ഞങ്ങളെല്ലാം ക്ലാസ്സിൽ വന്നിരിക്കും. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാവരും അത് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുഡുണ്ട്, അത് കഴിഞ്ഞിട്ട് പോഷയുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. ക്ലാസ്സിലെല്ലാവരും കേക്ക് ഫ്രണ്ട്സ് പോയി നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയം പോയി നോക്കിയിട്ട് വരാം. ഉച്ച കഴിഞ്ഞ് പ്രോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാം. കിടിലം, സൂപ്പർ. അപ്പോൾ ഇവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ പ്രോഷ നടക്കുന്നത്. ഇവിടെ അന്ന് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ നടന്ന ഇവിടെ തന്നെ ആയിരുന്നു. അന്ന് പക്ഷേ രാവിലെ തൊട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് അവിടെ സെറ്റ് ആയിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു പരിപാടി. ഇപ്പോൾ രാവിലെ തൊട്ട് പരിപാടി ഉള്ളതുകൊണ്ട് രാവിലെ എല്ലാം സെറ്റാക്കി വെച്ചേക്കും. കൊള്ളാം കഴിച്ചു നല്ല. ഇനിയിപ്പോൾ ഈ വെട്ടമെല്ലാം അങ്ങ് അടയ്ക്കും. കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇരുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇപ്പോൾ ബ്ലോക്ക് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. അത് രാവിലെ എടുത്തു ചോദിച്ചോ, ഒരു 10 മണിയാകുമ്പോൾ തീരും. അവൻ്റെ ഫോണിൻ്റെ ചാർജ് ആയി. ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുക. ഇനിയിപ്പോൾ കുറേ നേരം രാവിലെ നടന്ന് തുള്ളു. ഇനി രാവിലെ തൊട്ട് ഇനിയിപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇനി അടുത്ത പരിപാടി. ഫ്രണ്ട്സ്, ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ വരുന്ന 2 പിള്ളേരാണ്. ഇവളാണ് മെയിൻ. ഇവളെ അവളുടെ കൂട്ടുകാരി കൂടെ നടക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പ്രോഷോ തുടങ്ങാറുണ്ട്. നമുക്കിനി ഓഡിറ്റോറിയത്തിൽ പോയി പ്രോഷോയുടെ പരിപാടി. അപ്പോൾ അന്നത്തെ കണക്ക് കിടിലാവുമെന്ന് കരുതുന്നു. നമ്മുടെ അവിടെ അശ്വിനും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ കയറും ബൈ.
പാതകളിൽ എന്നും മാഞ്ഞുപോണ തലമുറകളിൽ സങ്കടങ്ങൾ ചൊല്ലിട തമ്പുരാനെ ഒരു ചിന്തന